Hi, good morning, my dear students. How are you all? I hope you all are safe and fine and you are studying properly. So, we are going with the chapter 7 Algorithms and Flowchart. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അൽഗോരിതംസ് എന്താണ് ഫ്ലോ ചാർട്ട് എന്താണ് എപ്പോഴൊക്കെയാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ കണ്ടു. നമ്മൾ ലൂപ്പ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ നിർത്തിയത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു സീ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ലൂപ്സ് ആൻഡ് സം എക്സാമ്പിൾസ് ഓഫ് ലൂപ്പ്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. സോ ലൂപ്പ് എന്താണെന്നും അതിൽ രണ്ട് ടൈപ്പ് വേരിയബിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഹെൽപ്സ് ടു എക്സിക്യൂട്ട് വൺ ഓർ മോർ സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ്ലി. എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ലൂപ്പിൽ മെയിൻലി രണ്ട് ടൈപ്പ് വേരിയബിൾസ് വരും, ന്യൂമറിക് വേരിയബിൾസും ക്യാരക്ടർ വേരിയബിൾസും. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് എന്താണ്? ഓരോ സമയത്ത് ഓരോ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിനാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഗെറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ ഒരു ആൾ മാത്രമല്ല, മിനിമം ഒരു 30-35 സ്റ്റുഡൻസ് ഒരു ക്ലാസ്സിലുണ്ടാകും. അപ്പോൾ ഓരോ കുട്ടിയുടെ പേരും അഡ്രസ്സും നമുക്ക് എൻ്റർ യുവർ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് നെയിം, എൻ്റർ ദ അഡ്രസ്സ് എന്നിങ്ങനെ 35 ടൈംസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴും ഇനി അടുത്ത നെക്സ്റ്റ് ആളുണ്ടോ ഇല്ലയോ എന്ന് കമ്പ്യൂട്ടറിന് അറിയാൻ പറ്റില്ല. അപ്പോൾ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രോഗ്രാം നമ്മൾ കൊടുക്കും, ഡു യു വാണ്ട് ടു റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. റിപ്പീറ്റ് ചെയ്യാൻ നമ്മൾ എസ് കൊടുക്കുകയാണെങ്കിൽ സിസ്റ്റത്തിൽ മനസ്സിലാവും ഇനി ഒരു ആളുടെ എൻ്റർ ചെയ്യണം. നോ ആണെങ്കിൽ അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഈ ഡയഗ്രാം, ഈ ഫ്ലോ ചാർട്ട്. ഫസ്റ്റ് യൂഷ്വൽ എല്ലാ ഫ്ലോ ചാർട്ടിൻ്റെ ആദ്യം ഉള്ളതുപോലെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു സിമ്പിളുണ്ട്. പിന്നെ നമുക്കിവിടെ പേരും അഡ്രസ്സുമാണ്. അത് ക്യാരക്ടേഴ്സിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇൻപുട്ട് ക്യാർ നെയിം, ഇൻപുട്ട് ക്യാർ അഡ്രസ്സ്, അങ്ങനെ രണ്ട് ഇൻപുട്ട് വാല്യൂസ് കൊടുത്തു. ഇനി കമ്പ്യൂട്ടർ ചോദിക്കുകയാണ് അല്ലെങ്കിൽ പ്രോഗ്രാമിൽ നമ്മളങ്ങനെ ചോദിക്കാനുള്ള ഒരു കോഡ് എഴുതുകയാണ്, വാണ്ട് ടു റിപ്പീറ്റ്. നിങ്ങൾക്കിനി റിപ്പീറ്റ് ചെയ്യണോ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റർ ചെയ്ത പേരും അഡ്രസ്സും ഡിസ്പ്ലേ ചെയ്ത് പ്രോഗ്രാം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇനി റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റർ ചെയ്ത പേരും അഡ്രസ്സും ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം വീണ്ടും അത് ബിഗിനിങ് പൊസിഷനിലേക്ക് കൺട്രോൾ പോകും. മനസ്സിലായോ? അപ്പം നമ്മൾ ഒരാളുടെ പേരും മേടിച്ചു, അഡ്രസ്സും മേടിച്ചു, അത് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ആളുടെ പേര് മേടിക്കാൻ പോകും. അങ്ങനെ ഈ ഒരു ലൂപ്പ് നമ്മൾ നോ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുന്നത് വരെ ഈ ഒരു സെക്ഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ 30 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 30 ടൈംസ് ദ ലൂപ്പ് വിൽ ബി റിപ്പീറ്റഡ് ഓർ ദ പ്രോഗ്രാം വിൽ ബി റിപ്പീറ്റഡ് അണ്ടിൽ വി ആർ എൻ്റർ ദി കമൻറ്റ് ആസ് നോ. നമ്മൾ എപ്പോഴാണോ നോ എന്ന് പറയുന്നത് അതുവരെ ഈ ലൂപ്പ് വർക്ക് ചെയ്ത് ഉള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെ പേര് നമുക്ക് ഗെറ്റ് ചെയ്യാൻ പറ്റും. ലൂപ്പിൻ്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ? ഇനി നമ്മൾ ലൂപ്പിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. അതായത് വേരിയബിൾസ് ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് ഫ്ലോ ചാർട്ട് ആൻഡ് ദെൻ യൂസ്ഡ്. എപ്പോഴും വേരിയബിൾ നമ്മൾ ഫ്ലോ ചാർട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡിഫൈൻ ചെയ്ത് വെക്കണം. ഓക്കെ, വി ഹാവ് ടു ഡിഫൈൻ ദ ടൈപ്പ് ഓഫ് വേരിയബിൾ. അത് ന്യൂമറിക് ആണോ ക്യാരക്ടർ ആണോ? നമ്മളിപ്പോൾ ക്യാരക്ടറായിട്ട് നെയിമും അഡ്രസ്സും എടുത്തു, ഇനി റോൾ നമ്പറും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ് ആവും? ന്യൂമറിക് ടൈപ്പ് ആവും. ഓരോ ഇൻപുട്ടിൻ്റെയും ടൈപ്പും കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കണം. ഓക്കെ, ഡിഫൈനിങ് എ വേരിയബിൾ ഈസ് ഓൾസോ കോൾഡ് ഡിക്ലെയറിങ് എ വേരിയബിൾ. ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ മറ്റൊരു യൂസേജ് ആണ് ഡിക്ലെയറിങ് എ വേരിയബിൾ. ഡിഫൈനിങ് എ വേരിയബിൾ ഓർ ഡിക്ലെയറിങ് എ വേരിയബിൾ. സോ വെൻ വി ഡിക്ലെയർ എ വേരിയബിൾ, a memory space in RAM is allocated to it by the computer with the name of the memory space. നമ്മളൊരു വേരിയബിൾ ഇപ്പം ക്യാർ നെയിം എന്ന പേര് നമ്മൾ ഡിക്ലെയർ ചെയ്തു, അപ്പോൾ തന്നെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയായ റാമിൽ ആ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യാനും ആ വേരിയബിളിലേക്ക് വരുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യാനും ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്ത് വയ്ക്കും. ഈ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ ക്യാർ നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഓരോ വേരിയബിൾ ഓരോ പ്രാവശ്യം ഓരോ കുട്ടികളുടെ പേരല്ലേ വരുന്നത്. അപ്പോൾ ഓരോ പേരും സേവ് ചെയ്യാൻ മെമ്മറിയിൽ സ്പേസുകൾ ഇങ്ങനെ പല ടൈപ്പായിട്ട് നമ്മൾ ഈ വേരിയബിൾ ക്യാർ നെയിം എന്ന് കൊടുക്കുമ്പോൾ തന്നെ സ്പേസ് നേരത്തെ അലോക്കേറ്റ് ചെയ്ത് വെക്കും. എത്ര നെയിം എൻ്റർ ചെയ്താലും അതെല്ലാം കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഓരോരോ അഡ്രസ്സിൽ സേവ് ചെയ്ത് വെക്കും. ഓക്കെ, വെൻ ഇൻപുട്ട് ഈസ് ടേക്കൺ ഇൻ ദ വേരിയബിൾ, കമ്പ്യൂട്ടർ സ്റ്റോർസ് ദി ഇൻപുട്ടഡ് വാല്യൂ ഇൻ ദ സെയിം വേരിയബിൾ ഒരു സെയിം മെമ്മറി സ്പേസ്. ഓരോ പ്രാവശ്യം നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ തന്നെ ഓരോരോ മെമ്മറി സ്പേസിൽ അത് പുതിയ പുതിയ വാല്യൂസിനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ അതിനുശേഷം അത് എന്ത് കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ എന്ത് കാൽക്കുലേഷൻസ് ആണോ ചെയ്യുന്നത്, ദ മെമ്മറി വിൽ ഓൾസോ സ്റ്റോർ ദി കമ്പ്യൂട്ടർ റിസൾട്ട് ഓർ ദി കാൽക്കുലേറ്റഡ് റിസൾട്ട് ഓഫ് ദ പെർട്ടിക്കുലർ പ്രോഗ്രാം ഓർ ദി
പ്രോസസ്സ്. എന്താണ് നമ്മൾ ചെയ്യുന്നത് ആ കാൽക്കുലേഷൻ്റെ റിസൾട്ടും. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ പേരും അഡ്രസ്സും, നമ്മൾ വേറെ അഡീഷനോ സബ്ട്രാക്ഷനോ ഒന്നും ചെയ്യുന്നില്ല, നമ്പേഴ്സൊന്നും അല്ല. അപ്പോൾ ആ പേരും അഡ്രസ്സും കറക്റ്റായിട്ട് അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ. ആഫ്റ്റർ ഡിക്ലെയറിങ് എ വേരിയബിൾ വി ഹാവ് ടു ചോയ്സ് ഓഫ് ഗിവിങ് ആൻ ഇനിഷ്യൽ വാല്യൂ. നമുക്ക് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോയ്സ് ഉണ്ട്. ഒരു ഇനിഷ്യൽ വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. So the process of giving an initial value to a variable is called initialization. If you are giving an initial value to a variable, that process is called initialization. ഇപ്പോൾ നമ്മൾ ക്യാർ നെയിമിന് വെറുതെ അല്ലെങ്കിൽ ഒരു സം കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമിലാണെങ്കിൽ ഇൻറ്റ് ഈക്വൽ ടു 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്യുന്നതിനെയാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. വാല്യൂ ഇല്ലാതെ 0 ആയിട്ട് കൊടുക്കുന്നതിനെയാണ് ഇനിഷ്യലൈസേഷൻ. പിന്നീട് ഓരോ കാൽക്കുലേഷൻസ് നടക്കുമ്പോൾ അതിൽ വാല്യൂസ് മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഓക്കെ. So it is always a good practice to give a value to the variable after declaring it. Let us now draw a flowchart where we will declare a variable and initialize them before using. അപ്പോൾ നമ്മളൊരു ഇനിഷ്യലൈസ് ചെയ്തിട്ട് വലിയ പ്രോഗ്രാമൊക്കെ എഴുതുമ്പോൾ എല്ലാ വേരിയബിൾസിനും ഇനിഷ്യലൈസ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നതാണ് ബെറ്റർ. അത് നിങ്ങൾ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ നിങ്ങൾക്ക് ഇൻപുട്ട് ഗെറ്റ് നെയിം കൊടുക്കുക, അഡ്രസ്സും കൊടുക്കുക, അത് ഡിസ്പ്ലേ ചെയ്യിക്കുന്ന ഫ്ലോ ചാർട്ടും അൽഗോരിതംസും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാം. ഓക്കെ. ഇനി ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിയാണ്. നമ്മളൊരു ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പോകുന്നു. ടു ഗെറ്റ് ഇൻപുട്ട് ഓഫ് 2 numbers, 2 numbers ഇൻപുട്ട് എടുക്കണം, num1 and num2, ആൻഡ് ദെൻ കമ്പ്യൂട്ട് ആൻഡ് ഡിസ്പ്ലേ ദ സം. അത് സം കമ്പ്യൂട്ട് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? num1 num2 എന്ന് പറയുന്ന 2 വേരിയബിൾസ് വേണം. ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കമ്പ്യൂട്ട് ചെയ്യുന്ന num_sum, ഇത് രണ്ടിൻ്റെയും കൂടെ കാൽക്കുലേഷൻ ചെയ്തിട്ട് num_sum എന്ന് സ്റ്റോർ ചെയ്യണം ഒരു വേരിയബിൾ. ഇനി ക്യാർ ടെക്സ്റ്റ് വണ്ണിൽ എന്താ ചെയ്യുക? ടു സ്റ്റോർ ആ ടെക്സ്റ്റ് മെസ്സേജ്. ടെക്സ്റ്റ് 2വിലും ഒരു ടെക്സ്റ്റ് മെസ്സേജ്, അതായത് സം ചെയ്ത് കിട്ടിയ ഇന്ന വാല്യൂ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു മെസ്സേജിന് വേണ്ടി നമ്മൾ ടെക്സ്റ്റ് ഡിക്ലെയർ ചെയ്യണം. ഇനി ഇതിന് എന്തെങ്കിലും റിപ്ലൈ അല്ലെങ്കിൽ ഇൻപുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യാർ റിപ്ലൈ ടു ഗെറ്റ് എ ടെക്സ്റ്റ് ഇൻപുട്ട് ആസ് എ റിപ്ലൈ ടു എ ക്വസ്റ്റ്യൻ. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, നേരത്തെ റിപ്പീറ്റ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ വേണോ വേണ്ടിയോ യെസ് ഓർ നോ വി ഹാവ് ടു ഗിവ് ദി റിപ്ലൈ. സോ വി ക്യാൻ സ്റ്റോർ സച്ച് റിപ്ലൈസ് ഇൻ ദീസ് വേരിയബിൾസ്. ഓക്കെ. അങ്ങനെ നമ്മൾ ഒരു ഇനിഷ്യലൈസേഷനൊക്കെ കഴിഞ്ഞു. So we have then initialized all the variables in 2 separate steps. We have initialized those variables whose value will not change. Then we have initialized those variables which need initialization to the same value again and again as per the need. We have also taken input in char reply variable, enabling us to decide whether to quit or continue adding a set of new numbers. If we choose to continue, then num1 and num2 num_sum or char reply are initialized again. There are no variables naming conventions. However, it is good to follow certain practice like start the name of the variable with the num, char indicating the type of the data which will hold, example char name, num, age, etc. Give a meaningful name of that clearly states the purpose of the variable and the data it will hold. For example, char name will hold the alphanumeric name and num age will hold age in numbers. അതായത് ഇവർ പറയുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തിനാണ് ഇത്ര വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്? num1 num2 വാല്യൂസ് ഗെറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ. num_sum ഈസ് ദി യൂസ് ടു സ്റ്റോർ ദി സം ഓഫ് ദീസ് 2 numbers. then റിപ്ലൈ 1 2 എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്താണ് റിപ്പീറ്റേഷൻ ചെയ്യണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യനാണ് ക്യാർ റിപ്ലൈ. അതിൻ്റെ ആൻസർ കഴിക്കാൻ റിപ്ലൈ 2 എന്ന് പറയുന്നത് വേരിയബിൾസ്. ഓക്കെ. ഇനി നമുക്കിത് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്നാണെങ്കിൽ അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യും. റിപ്പീറ്റ് ചെയ്യണം എന്നാണ് കൊടുക്കുന്നതെങ്കിൽ num1 num2 num_sum ഒക്കെ വീണ്ടും പുതിയ ഇനിഷ്യലൈസ് ചെയ്യണം, 0 ആയിട്ട് സെറ്റ് ചെയ്യണം. എന്നിട്ട് അടുത്ത 2 നമ്പേഴ്സ് എടുത്തിട്ട് സം കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ പഴയ വാല്യൂ അവിടെ ഇരുന്നുകൊണ്ടാണ് അടുത്ത നമ്പർ ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അഡീഷൻ തെറ്റി പോകും. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും നമ്മൾ പ്രോസസ്സ് ചെയ്ത് അല്ലെങ്കിൽ കാൽക്കുലേഷൻ കഴിയുമ്പോൾ പഴയ വേരിയബിൾസിൻ്റെ എല്ലാ വാല്യൂ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യണം. എങ്കിലേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അതാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മളുടെ വേരിയബിൾ ഏത് ടൈപ്പാണോ ആ ടൈപ്പ് അനുസരിച്ച് അത് ഡിക്ലെയർ ചെയ്യും. നെയിം ആണെങ്കിൽ അത് ആൽഫബറ്റിക്കാണ്, അപ്പോൾ ക്യാർ എന്ന് ഡിക്ലെയർ ചെയ്യും. ഇപ്പോൾ നമ്പർ വേണ്ട സ്ഥലത്തിൽ ന്യൂമറിക് എന്ന് ഡിക്ലെയർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്പറും ക്യാരക്ടറും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ? നമുക്ക് ഇതിൽ നോക്കാനുള്ളത് 2 ടൈപ്പ് ഓപ്പറേറ്റേഴ്സാണ്. അതിന് മുമ്പ് നോക്കി ആ അഡീഷൻ ചെയ്തതിൻ്റെ ഫ്ലോ ചാർട്ട് നോക്കാം. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ഒന്ന് ഡിക്ലെയർ ചെയ്തു. ന്യൂമറിക് ടൈപ്പിൽ num1 num2 num_sum നമ്പേഴ്സാണ് അതിലെല്ലാം വരുന്നത്. അതെല്ലാം ന്യൂമറിക് ടൈപ്പിൽ ഡിക്ലെയർ ചെയ്തു. ടെക്സ്റ്റ് 1 ക്യാർ ടെക്സ്റ്റ് 1 ക്യാർ ടെക്സ്റ്റ് 2 ക്യാർ റിപ്ലൈ ഇതെല്ലാം ക്യാരക്ടറാണ്.
റിപ്പീറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വരണം, അതിൻ്റെ ആൻസർ വരണം, അതിനുശേഷം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മെസ്സേജ് കാണിക്കുന്നു പറഞ്ഞു. അങ്ങനെ ക്യാരക്ടറിൽ ന്യൂമറിക്കൽ നമ്മൾ വേരിയബിൾസ് വേണ്ടതെല്ലാം ഡിക്ലെയർ ചെയ്തു. ഇതിനെയാണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇനി ടെക്സ്റ്റ് 1 നമുക്കൊരു ഇനിഷ്യലൈസേഷൻ കൊടുത്തിരിക്കുകയാണ്, വി ആർ റിപ്പീറ്റിംഗ്. ടെക്സ്റ്റ് 2 വി ആർ ക്വിറ്റിംഗ്. റിപ്പീറ്റ് ചെയ്യുവാണോ എന്ന് ചോദിച്ചിട്ട് ആണെന്ന് കൊടുക്കുകയാണെങ്കിൽ വി ആർ റിപ്പീറ്റിംഗ് ഒരു മെസ്സേജ് എന്ന് അവർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വി ആർ ക്വിറ്റിംഗ് എന്ന് കാണിക്കും. അപ്പം ഇങ്ങനെയൊക്കെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്താണ്, നം1 നം2 നം7എല്ലാം 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. ക്യാൻ റിപ്ലൈ നോ, പ്രത്യേകിച്ച് അതിൽ റിപ്പീറ്റേഷനൊന്നും ഇല്ല. ഓക്കെ, ഇനി എസ് വരുമ്പോൾ എന്ത് ചെയ്യും, നം1ലും നം2ലും പുതിയ 2 വാല്യൂസിനെ ഗെറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ രണ്ടും കൂടെ ആഡ് ചെയ്ത വാല്യൂ നം7ൽ വയ്ക്കും. എന്നിട്ട് എന്ത് കാണിക്കും, ആ 2 നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സം ഇതാണെന്നും പറഞ്ഞൊരു മെസ്സേജ് കാണിക്കും. പിന്നെ നമ്മളോട് ചോദിക്കും, ഡു യു വിഷ് ടു കണ്ടിന്യൂ. എസ് ആണെന്നുണ്ടെങ്കിൽ അത് വിഷ് ടു കണ്ടിന്യൂയുടെ ഒരു ഇൻപുട്ട് വാല്യൂ നമ്മൾ കൊടുക്കണമല്ലോ. എസ് അല്ലെങ്കിൽ നോ നമ്മളിവിടെ കൊടുക്കും. അത് എസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ കിട്ടിയ നമ്പേഴ്സിനെ ഡിസ്പ്ലേ ചെയ്തിട്ട് വീണ്ടും നമ്മൾ 0 ആക്കി വെക്കിയിട്ട് അടുത്ത 2 നമ്പേഴ്സിനെ ഗെറ്റ് ചെയ്യണം, സം കണ്ടുപിടിക്കണം. ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിലോ ഇപ്പോൾ കിട്ടിയ ആൻസർ എന്താണോ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു, സ്റ്റോപ്പിലേക്ക് പോകും. ഓക്കെ, റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാൽക്കുലേഷൻ ചെയ്തതിൻ്റെ ആൻസർ കാണിച്ചിട്ട് വീണ്ടും സ്റ്റാർട്ടിങ്ങിലേക്ക് പോകും. എന്നിട്ട് അടുത്ത നമ്പർ ഗെറ്റ് ചെയ്യും, സം കണ്ടുപിടിക്കും, പിന്നെയും ചോദിക്കും റിപ്പീറ്റ് ചെയ്യണമെന്ന്. റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വീണ്ടും ഇപ്പോൾ കിട്ടിയ ആൻസർ ഡിസ്പ്ലേ ചെയ്യും, വീണ്ടും അടുത്ത നമ്പർ ഗെറ്റ് ചെയ്യും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? Okay, next is we are going to see the 2 types of operators, arithmetic operators and relational operators. Arithmetic operators നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, used to perform arithmetic calculation. The basic arithmetic operations are addition, subtraction, multiplication and division. അപ്പോൾ അതിനുള്ള സിമ്പിൾസ് ഒക്കെയാണ് നമ്മൾ അഡീഷൻ പ്ലസ് സിമ്പിൾ, സബ്ട്രാക്ഷൻ മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ നമ്മളൊരു സ്റ്റാർ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്, ഡിവിഷന് നമ്മുടെ ഈ സിമ്പിളുമാണ് നമ്മൾ arithmetic operators യൂസ് ചെയ്യുന്നത്. ഇനി റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. സോ വി ഹാവ് സീൻ ദാറ്റ് വി കുഡ് കമ്പയർ 2 നമ്പേഴ്സ് യൂസിങ് ദ ഗ്രേറ്റർ ദാൻ ആൻഡ് അതുപോലെ ലെസ് ദാൻ സിമ്പിൾ. അത് 2 നമ്പേഴ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. യൂസ് ടു കമ്പയർ 2 നമ്പേഴ്സ്. അതിൽ ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഈക്വൽ ടു. ഇറ്റ് വിൽ ചെക്ക് വെദർ 2 നമ്പേഴ്സ് ആർ ഈക്വൽ. ആൻഡ് ലെസ് ദാൻ സിമ്പിൾ. ലെസ് ദാൻ സിമ്പിൾ ഇതാണ്. ഇറ്റ് വിൽ ചെക്ക് വെദർ എ നമ്പർ ഈസ് ലെസ് ദാൻ ദ അതർ നമ്പർ. ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. നമ്പർ ലെസ് ദാനോ നം2, നം1 നം2നേക്കാളും ചെറുതാണോ. നെക്സ്റ്റ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ. ഈസ് നം1 ഗ്രേറ്റർ ദാൻ നം2. നെക്സ്റ്റ് വൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഒന്നിൽ ചെറുത് അല്ലെങ്കിൽ ഈക്വൽ. ഇങ്ങനെയാണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇത് നമ്മൾ തിരിച്ചു എഴുതാം കേട്ടോ. ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ എന്ന് എഴുതാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതാം. നെക്സ്റ്റ് വൺ ഈസ് നോട്ട് ഈക്വൽ. ഒരു എക്സ്ക്ലമേറ്ററി പോലത്തെ ഒരു മാർക്ക് ഈക്വൽ ടു, വിച്ച് മീൻസ് നോട്ട് ഈക്വൽ ടു. അത് ഈക്വൽ അല്ല എന്ന് കാണിക്കാനാണ്. ഈക്വൽ ആണോ അല്ലെങ്കിൽ ഈക്വൽ അല്ല എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നം1 നോട്ട് ഈക്വൽ ടു നം2 എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്യൂഡോ കോഡ്. എന്താണ് സ്യൂഡോ കോഡ്? അൺലൈക്ക് ഇൻ എ ഫ്ലോ ചാർട്ട് where we write and draw the logic steps with the help of certain symbols. In pseudocode, we write the logic in a simple language like English. Given below is an example for pseudocode for adding 2 numbers. For reference, a flowchart of the same is given to next to it. അതായത് നമ്മൾ നോർമലി അൽഗോരിതം എങ്ങനെ എഴുതുന്നത്, നല്ല അതിൻ്റേതായിട്ടുള്ള ഫോർമാറ്റിൽ നമ്മൾ എഴുതും. ഇതൊന്നും അല്ലാതെ സിമ്പിളി നമുക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചെറിയ ഇംഗ്ലീഷ് ലൈക്ക് വേർഡ് യൂസ് ചെയ്ത് നമ്മൾ എഴുതുന്നതിനെയാണ് സ്യൂഡോ കോഡ്. ഒറിജിനൽ അൽഗോരിതം അല്ല, അതുപോലെ നമ്മൾ എഴുതുന്ന വേറൊരു സെറ്റ് ഓഫ് അൽഗോരിതംസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണിത്. ബിഗിൻ ന്യൂമറിക് നം1 നം2 നം1 നം2 സം. ബിഗിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ന്യൂമറിക്കലി നം1 നം2 സം എന്നുള്ള വേരിയബിൾസ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ ഇൻപുട്ട് ചെയ്യുന്ന ഇൻപുട്ട് നം1 ഇൻപുട്ട് നം2. സമ്മിലേക്ക് നം1 നം2 കൂടെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ സമ്മിൽ വെക്കണം, ഡിസ്പ്ലേ സബ്മിറ്റ്. അപ്പോൾ ഈ ഇത്രയും നാളെ നമുക്ക് മനസ്സിലായി. നം1 നം2 എന്ന് പറഞ്ഞാൽ നമ്പർ എഡിറ്റ് ചെയ്യുന്നുണ്ട്, അത് ആഡ് ചെയ്തതിൻ്റെ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. റിപ്പീറ്റേഷൻ ഇത് കാണിക്കുന്നില്ല, വെറുതെ 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് സം ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ ഒരു സ്യൂഡോ കോഡാണിത്. ഓക്കെ, അതിൻ്റെ ഫ്ലോ ചാർട്ട്. ഫസ്റ്റ് സിമ്പിൾ ഈസ് സ്റ്റാർട്ട്. ദി ഇൻപുട്ട് പ്രോസസ് ഈസ് ന്യൂമറിക് നം1 നം2 സം. ഇതെല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്തു, വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു.
പിന്നെ അതിൻ്റെ ഇൻപുട്ട് വാല്യൂസ് num1 num2 നമ്മൾ ഇൻപുട്ട് ഗെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? നെക്സ്റ്റ് പ്രോസസ് ഇസ് കാൽക്കുലേറ്റ് ദി സം ഓഫ് num1 ആൻഡ് num2 num2 ആഡ് ചെയ്ത് സം കണ്ടുപിടിച്ചു. ആ സം ഡിസ്പ്ലേ ചെയ്തു. നെക്സ്റ്റ് പ്രോസസ്സിൽ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സ്യൂഡോ കോഡിൽ നിന്ന് ഫ്ലോ ചാർട്ട് എഴുതുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിലുള്ളൂ. സിമ്പിൾ ചാപ്റ്റർ അല്ലേ, വെറുതെ അൽഗോരിതവും ഫ്ലോ ചാർട്ട് എന്താണെന്ന് മാത്രം മനസ്സിലാക്കാനുള്ള ഒരു ചാപ്റ്റർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. So next we are going to discuss about the exercise of the chapter. Okay, let's start the exercise portion of the algorithms and flowchart. So the first category will be fill in the blanks. First question is, writing the steps in a sequence required for solving a problem is known as dash. So this is the first thing we have studied in this chapter, no? So writing the steps in sequence required for solving a problem is known as logic or algorithm. Okay, next, algorithm written in a simple language is known as pseudocode. Flowchart is a dash representation of the algorithm. So flowchart is a graphical representation of the algorithm. The containers in the memory where constant values are stored are known as, what is the name of that containers in the memory? It is variables. Dash and dash are two types of data variables. What are the two types of data variables we are used in algorithms? They are numeric and character variables. Okay. So the next category is match the following. So we will choose. So here we want to match the symbols with the activity. The first symbol is this one. So which is the matching activity of the symbol? This can be matched to the input or the outputs. Okay. Then the rectangle symbol can be matched to which one? Processing. This processing. And the next symbol can be matched to the which activity? This leads to display. And the diamond shaped symbol is matched with the decision making activity. And these arrows will be matched to flow lines. And this one is matched with terminator. Then the circle is matched to connector. Okay, so these are the symbols and the corresponding activity we are used with flowcharts. Okay, the next category is true or false. The graphical representation of a process and the logic used in it is called IPO cycle. True ആണോ false ആണോ? Graphical representation of process നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ഫ്ലോ ചാർട്ട് എന്നാണ് പറയുന്നത്. So the answer is false. Okay, next one is variable can hold constants or fixed values. It is true. Variable should never be defined at the beginning of a program. The answer is false. Variable should defined at the beginning of the program. എപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്താലും വേരിയബിൾസ് ആയിരിക്കണം ആദ്യം ഡിഫൈൻ ചെയ്യേണ്ടത്. So here the statement is false. Defining a variable is also called declaring a variable. It is true. Arithmetic operators are used for comparing two values. It is false. The arithmetic operators are used for doing the arithmetic calculations. What are the addition, subtraction, multiplication, division? So these arithmetic calculations can be done by arithmetic operators. Comparing done by the relational operator. So the answer is false here. Next, greater than is one of the relational operators. It is true. In pseudocode, we write the logic in simple English. So what is the answer? It is true. Pseudocode നമ്മൾ simple Englishലാണ് ആൻസർ എഴുതുന്നത്. Okay. Next one is tick the correct option. Okay. First one, graphical representation of a process and the logic is called, it is flowchart. IPO cycle alla, it is called flowchart. The terminator in flowchart is represented as, ഏതാണ് ഇതിലെ terminator? This one. Okay. And the next one is dash are the temporary locations or the containers in the memory. എന്താണ് എൻ്റെ ആൻസർ?
dash are the temporary locations or the containers in the memory. It is variables. Numeric variables can hold numeric data. Numeric variables in hold numeric data. Okay, process of giving an initial value to a variable is called, what is the answer? It is initialization. Okay. Next one is variables can store. എന്താണ് വേരിയബിൾസ് സ്റ്റോർ ചെയ്യുന്നത്? ഇൻപുട്ട് വാല്യൂ സ്റ്റോർ ചെയ്യാം, കമ്പ്യൂട്ടർ റിസൾട്ടും സ്റ്റോർ ചെയ്യാം. സോ ദ ആൻസർ ഈസ്, സോ ഇവിടെ വരേണ്ടത് ബോത്ത് 1 and 2 കേട്ടോ. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ചെക്ക് ചെയ്താൽ മതി. 1 and 2 ആണ് ഇവിടുത്തെ ആൻസർ കേട്ടോ. Okay, so the answer of this question is variables can store both input value and the computer result. The next one, at the time of declaration of variable, in the declaration of variable time എന്താണ് സംഭവിക്കുന്നത്? മെമ്മറി സ്പേസ് ഇൻ റാം is allocated to it, memory space in ROM is allocated to it, memory space is not allocated, initial value is given to a variable. എന്തായാലും മെമ്മറി സ്പേസ് അവിടെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് അലോക്കേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ബട്ട് ഹിയർ ദ ആൻസർ ഈസ് ദ മെമ്മറി സ്പേസ് ഈസ് അലോക്കേറ്റഡ് ഇൻ റാം. റാമിലാണ് നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ദിസ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. ഇതിൽ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ അല്ലാത്തത് ഏതാണ്? ഇത് പ്ലസ്, ഡിവിഷൻ, ഇത് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളാണ്. സ്റ്റാർ, ഈക്വൽ ടു എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഇല്ലല്ലോ. ഓപ്പറേഷൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഈക്വൽ ടു. അതൊരു ഓപ്പറേറ്റർ അല്ല. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു. നം1 ദിസ് സിമ്പിൾ, നം2 മീൻസ് എന്താണ് ഈ സിമ്പിളിൻ്റെ മീനിങ്? നം1 ഈസ് ഗ്രേറ്റർ ദാൻ ആൻഡ് ഈക്വൽ ടു 2. ഗ്രേറ്റർ ദാൻ ആൻഡ് ഈക്വൽ ടു 2. ഓക്കെ. Diagrams in a flow chart always starts with the keyword start, while in pseudocode it start with ഏത് കീവേഡാണ് pseudocode യൂസ് ചെയ്യുന്നത്? It is begin. Okay, so these are the exercise of the chapter. Answer the following will give you later. So with this we can conclude our 7th chapter. So read this thoroughly. If you have any doubts you can ask me. Thank you children. Take care and bye bye.